ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഫോണിൽ ഗൂഗിൾ ക്രോമിൽ കുറേ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് നമ്മുടെ ഫോണിൽ ഡാഷ്ബോർഡിൽ വന്ന് കിടക്കും. അപ്പോൾ ഈ ഡാഷ്ബോർഡിൽ ഇത് വന്ന് കിടക്കുന്നത് കൊണ്ട് നമ്മുടെ ഫോണിൽ ബാറ്ററിയുടെ ചാർജ് വളരെ പെട്ടെന്ന് കുറയാനൊക്കെ ഉള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ എന്താണ് നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ നമ്മളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻസ് ഇങ്ങനെ വന്ന് കിടക്കും. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ കിടക്കുന്നതനുസരിച്ച് നമ്മളുടെ ബാറ്ററിയുടെ ബാക്കപ്പുകൾ പെട്ടെന്ന് കുറയാനായിട്ട് പ്രശ്നമാവും. അപ്പോൾ നമുക്ക് സെറ്റിങ്സ് എടുക്കാനായിട്ടുള്ള സെറ്റപ്പാണെന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഗൂഗിൾ ക്രോം എടുക്കുക. ഗൂഗിൾ ക്രോം എടുത്തതിന് ശേഷം മുകളിൽ വലതുവശത്ത് കാണുന്ന 3 കുത്ത് അത് അമർത്തുക. അതിനുശേഷം താഴെയായിട്ട് സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളുടെ ഫോണിൽ ഇപ്പോൾ കാണുന്ന മെനുവിൽ നോട്ടിഫിക്കേഷൻസ് എന്ന് പറഞ്ഞൊരു സംഭവം കാണാൻ പറ്റും. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. നോട്ടിഫിക്കേഷൻസ്, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് മുകളിലേക്ക് പൊക്കുമ്പോൾ സൈറ്റ്സ് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ ഈ സൈറ്റ്സ് എന്നുള്ളതിൽ നീല കളറിൽ കാണുന്നതെല്ലാം നമ്മൾ ഓഫാക്കി ഇടുക. ഓഫാക്കി ഇട്ടാൽ മാത്രമേ നമ്മുടെ നോട്ടിഫിക്കേഷൻ ഈ സൈറ്റുകളൊക്കെ ഗൂഗിൾ ക്രോം വഴി നമുക്ക് നോട്ടിഫിക്കേഷൻസ് അലോ ചെയ്താണ് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മൾ ഓഫ് ചെയ്ത് വെക്കുക. ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് പകുതി കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം വീണ്ടും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കുറച്ചും കൂടി ഉണ്ട്. ബാക്ക് ചെയ്യുക. അതിനുശേഷം സൈറ്റ് സെറ്റിങ്സ് എന്ന് കാണാൻ പറ്റും, അതിൽ നമ്മൾ നോട്ടിഫിക്കേഷൻസ് വീണ്ടും കാണാൻ പറ്റും. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിവിടെ കാണാം ബ്ലോക്ക് ചെയ്തേക്കുന്നതും അലോ ചെയ്ത് കൊടുത്തേക്കുന്നതും ആയ സൈറ്റുകളെ കുറിച്ച്. അപ്പോൾ നമുക്കത് ബ്ലോക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്ത് കളയാം. ബ്ലോക്ക് ചെയ്തത് വേണമെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്ത് കളഞ്ഞാൽ നല്ലതാണ്. പിന്നെ അതുകൂടാതെ നമുക്ക് ചെയ്യേണ്ട കാര്യം മുകളിൽ നോട്ടിഫിക്കേഷൻസ് വേണമെങ്കിൽ ഓഫാക്കിടാം, അങ്ങനെ ചെയ്യാൻ പറ്റും. നോട്ടിഫിക്കേഷൻസ് ഓഫാക്കിയിട്ടാൽ ഒരുപക്ഷെ ചില നോട്ടിഫിക്കേഷൻസ് ഒക്കെ നമുക്ക് ആവശ്യമായിട്ട് വന്നാൽ അത് ഈ നോട്ടിഫിക്കേഷൻ മുകളിൽ ഓഫ് ചെയ്താൽ വരുന്നില്ല. പിന്നെ അടിയിൽ കാണുന്ന ടിക്ക് ബട്ടണിലുള്ളതും കൂടി ഓഫ് ചെയ്തിട്ടാലും നമുക്ക് കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഈ സൈറ്റുകളൊക്കെ ഒന്ന് അലോ ചെയ്ത് കൊടുത്തേക്കുന്നത് ബ്ലോക്ക് ആക്കിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ വരില്ല. നമുക്ക് ആവശ്യമുള്ള സൈറ്റുകളിൽ മാത്രം അലോ ചെയ്തിട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ഈ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി വെക്കുക. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.